सुर में गाना सीखिए पाधानीसा ऐप के साथ। AI पावर्ड पर्सनल म्यूजिक टीचर फ्रॉम सारेगामा। ഒന്ന് നിന്നാട്ടെ, ഒരു നോക്കു ദേവി കണ്ടോട്ടെ, ഒരു വാക്കിദാസൻ പറഞ്ഞോട്ടെ, വിഴികൾ തമ്മിലിടഞ്ഞോട്ടെ, ഹൃദയം തമ്മിലടുത്തോട്ടെ, ഒരു നോക്കു ദേവി കണ്ടോട്ടെ, ഒരു വാക്കിദാസൻ പറഞ്ഞോട്ടെ. ആയിരം രാവിലെ സ്വപ്നങ്ങളിൽ എന്റെ ആരാധന പാത്രമായി നീ അണഞ്ഞു. ആയിരം രാവിലെ സ്വപ്നങ്ങളിൽ എന്റെ ആരാധന പാത്രമായി നീ അണഞ്ഞു. ആത്മാവിൽ നീ നവഭൂതി ചൊരിഞ്ഞു, ആരാഗ നിർവൃതി എന്നിൽ നിറഞ്ഞു. ഒരു നോക്കു ദേവി കണ്ടോട്ടെ, ഒരു വാക്കിദാസൻ പറഞ്ഞോട്ടെ. സ്വർഗീയ ലാളന സുഖമറിയാൻ സ്വർഗീയ ലാളന സുഖമറിയാൻ എന്റെ സ്വപ്നരാധികേ ഞാൻ കൊതിച്ചു. ആരോമലെ നിന്നെ വാരിപ്പുണരാൻ ആയിരം കൈകൾ എന്നിൽ തുടിച്ചു. ഒരു നോക്കു ദേവി കണ്ടോട്ടെ, ഒരു വാക്കിദാസൻ പറഞ്ഞോട്ടെ. ആഹാ പിറ്റേന്ന് രാത്രി ക്ലോക്കിലെ മണി 12 അടിച്ചു. വലിയ സൂചി ചെറിയ സൂചിയെ മാറോട് അണിച്ചു. ആ സമയം മീറ്റ് സൂചി ക്ലോക്കിനുള്ളിൽ പിച്ച വെച്ച് നടന്നു. നാരായണൻ നായരുടെ വൈകുണ്ഠ വിലാസ ഹോട്ടലിലെ ഇലച്ചോറിന് മുകളിൽ വെക്കാനുള്ള വലിയ പപ്പടം പോലെ തെളിഞ്ഞ ആകാശത്തിൽ 14-ാം രാവ് അമ്പിളി പുഞ്ചിരി തൂകി നിന്ന സുഹൃത്തുക്കളെ. കുഞ്ഞാലത്തനെ കാണാൻ പേടിത്തൊണ്ടിയായ കുഞ്ഞാമിന ആ രാത്രിയിൽ യാതൊരു പേടിയും കൂടാതെ പുഴക്കടവിലെത്തി. ആ യുവമിഥുനങ്ങൾ കണ്ടുമുട്ടി. ഫെവിക്കോൾ തേച്ചൊട്ടിച്ചതുപോലെ അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചു നിന്നു. ആ സായുജ്യ നിമിഷത്തിന് സാക്ഷികളായി പുഴയോളങ്ങൾ ഒപ്പനയാടി. കുറ്റിക്കാട്ടിൽ നിന്നും കാട്ടുകുറുക്കന്മാർ കെസുകൾ പാടി. നട്ടപ്പാതിന് നേരം ആ ബദറുൽ മുനീറും ഹുസ്നൽ ജമാനും ചേർന്ന് പുതിയൊരു ഡ്യൂറ്റ് ഗാനം സിനിമ സ്റ്റൈലിൽ പാടി. കൂടെ ഞാനുണ്ടല്ലോ സ്വന്തം കുളിരേ. കത്ത് കിട്ടി ഞാനിറങ്ങി വന്നേ, ഇനി പുഴക്കയത്തിൽ ചാടി മരിക്കാം മാഷേ. ആട്ടെ പോട്ടെ ആട്ടെ പോട്ടെ കരയാതെ കരളേ, നിന്റെ കൂടെ ഞാനുണ്ടല്ലോ സ്വന്തം കുളിരേ. കത്ത് കിട്ടി ഞാനിറങ്ങി വന്നേ, ഇനി പുഴക്കയത്തിൽ ചാടി മരിക്കാം മാഷേ. പാപ്പ സമ്മതിക്കില്ലെങ്കിൽ ഉമ്മയൂലാൽ തല്ലുമെങ്കിൽ നാട് വിട്ട് ഓടിപ്പോകാം കുയിലേ, നിന്നെ കൊണ്ടുപോകാം മൈസൂർക്ക് മയിലേ. എങ്കിലിപ്പോ തന്നെ
പേര് മാറ്റി പറഞ്ഞിട്ട് അവിടെ കൂടാം. അട്ടേ പൊട്ടേ മോളെ വാ, അട്ടേ പൊട്ടേ കരയാതെ കരളേ, നിന്റെ കൂടെ ഞാനുണ്ടല്ലോ സ്വന്തം കുളിര്. കത്ത് കിട്ടി ഞാനിറങ്ങി വന്നേ, ഇനി പുഴക്കയത്തിൽ ചാടി മരിക്കാം മാഷേ. അത് വേണ എന്നാലും എനിക്കുള്ളിൽ നോവുന്നുണ്ട്, നിന്റെ ഉമ്മാന്റെ സ്ഥിതിയോർത്ത് വ്യസനമുണ്ട്. അതല്ല പോട്ടെ. അതുപോലെ എനിക്കുള്ളിൽ പേടിയുണ്ട്, എന്റെ പാപ്പാന്റെ അടി കൊള്ളാൻ മടിയുമുണ്ട്. അട്ടേ പോട്ടെ, അട്ടേ പോട്ടെ കരയാതെ കരളേ, നിന്റെ കൂടെ ഞാനുണ്ടല്ലോ സ്വന്തം കുളിരേ. കത്ത് കിട്ടി ഞാനിറങ്ങി വന്നേ, വാ, വാ, വാ. ഇനി പുഴക്കയത്തിൽ ചാടി മരിക്കാം മാഷേ. പിറ്റേന്ന് രാവിലെ ഓൾ ഇന്ത്യ റേഡിയോ എന്നറിയപ്പെടുന്ന ഇയാത്തു ബിയാത്തു മമ്മാത്തു കുഞ്ഞാത്തു എന്നീ താത്താമാരുടെ വാർത്താ ബുള്ളറ്റിലൂടെ പൊതുജനം ആ മഹാസംഭവം അറിഞ്ഞു. കേട്ടവർ കേൾക്കാത്തവർക്കായി ആ ചൂട് വാർത്ത കൈമാറി. നിമിഷ നേരം കൊണ്ട് 100 മൈൽ സ്പീഡിൽ നിലമ്പൂരും മഞ്ചേരിയിലും മൊത്തം ആ വാർത്ത പടർന്നു പിടിച്ചു. തീനും കുടിയും മറന്ന് ജനങ്ങൾ ഒന്നടങ്കം ആ വാർത്ത പാടി നടന്നു. എല്ലാരും ചൊല്ലണ് കേട്ടോര് ഞെട്ടണ്, എല്ലാരും ചൊല്ലണ് കേട്ടോര് ഞെട്ടണ്. ആമീന എവിടെ പോയി, കുഞ്ഞാമീന പൊന്നാമീന എവിടെ പോയി. ഇന്ന് വെളുപ്പിന് വെറ്റുമ്മ നോക്കുമ്പോ പെണ്ണിനെ കാണാനില്ല, വീട്ടിൽ പെണ്ണിന്റെ ഡ്രസ്സുമില്ല. എല്ലാരും ചൊല്ലണ് നാട്ടാരും ചൊല്ലണ്, കുഞ്ഞാലൻ കൊണ്ടുപോയോളെ, കുഞ്ഞാലൻ മോള് കുഞ്ഞാലന്റെ ഒപ്പം പോയോ. പ്രേമത്തിന് കണ്ണില്ലെന്നാരോ പറഞ്ഞത് ഇന്നിപ്പോ നേരായല്ലോ, മുഹബ്ബത്ത് മുസീബത്തല്ലോ. വെള്ളത്തിൽ ചാടിയോ T20 മോന്തിയോ, വെയിലിന്മേൽ തലയും വെച്ചോ, അവർ രണ്ടാളും അതോ രണ്ടാളും തൂങ്ങിച്ചോ. സ്നേഹിച്ചു പോയെന്ന കുറ്റത്താൽ രണ്ടാളും ജീവൻ വെടിഞ്ഞതാണോ, സ്വയം കരുതി കൊടുത്തതാണോ. പുലർച്ചെ എഴുന്നേറ്റ് മകളെ നോക്കിയ കുഞ്ഞു ഖദീസ ഒന്ന് ഞെട്ടി. എന്റെ റബ്ബേ, മകളെവിടെ? ഖദീസ അകത്തും പുറത്തും മകളെ വിളിച്ചു നടന്നു. പോക്കനെ ഉടൻ തന്നെ വിളിച്ചുണർത്തി. എല്ലായിടവും നോക്കുന്നതിനിടയിൽ തെല്ലു ഭയത്തോടെയെങ്കിലും വീട്ടിലെ കിണറ്റിലേക്ക് നോക്കാനും അവർ മറന്നില്ല സുഹൃത്തുക്കളെ. അന്വേഷണത്തിനൊടുവിൽ കുഞ്ഞാമിനയുടെ മുറിയിൽ നിന്നും കുഞ്ഞാളത്തിന്റെ ഒരു എഴുത്ത് കുഞ്ഞിപ്പോക്കര് കണ്ടെടുത്തു. ദേഷ്യം കൊണ്ട് അയാളുടെ മുഖം ചുവന്നു തൊടുത്തു. തന്റെ മകളെ റാഞ്ചിവനെ തന്തയെ കണ്ട് 4 പൊട്ടിച്ചിട്ട് തന്നെ കാര്യമെന്ന് ഉറപ്പിച്ച് ചായക്കടയ്ക്ക് ലീവ് പ്രഖ്യാപിച്ച് പുതിയൊരു ഹിറ്റ്ലറായി ഒരു 3ാം ലോക മഹായുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ട് പോക്കർ മഞ്ചേരിയിലേക്ക് പാഞ്ഞു. മിസൈലുകളും ബോംബുകൾ ആറ്റം ഹൈഡ്രജനും പോരെങ്കിൽ തോക്ക് ഗണ്ണുകളും ഇനിയത കത്തിക്കുന്തങ്ങളും അണുവിനായുധം രാസദ്രാവകം പലതും ഒരുപാട് അടിമുടി അണിഞ്ഞ വീരസുജായി പോക്കരിൻ പടപ്പുറപ്പാട്. പഠിച്ച കളരിയിൽ ജയിച്ച പോക്കിരി കടുത്ത അടവിനാൽ പറത്തി തീപ്പൊരി നടുക്കം കൊടുത്തിടും പടുവിൻ ചാതുരി തടുത്തു വെട്ടിടും വടക്കൻ മാതി കുണ്ട് പോക്കരെ അരയിൽ കണ്ടു ഉറുമികൾ 4 പിണ്ടു ജനതകൾ ചേലിൽ നടക്കുമൊരു യുദ്ധം ജോറിൽ നടന്നു അവൻ ധീരം പരിസരം നടുങ്ങി അതിഘോരം പോക്കര് പാടി തെറിഗാനം കേട്ടവർ പൊത്തി ചെവി വേഗം. കുഞ്ഞി സൂപ്പീൻ വീട്ടിലെത്തിയ പോക്കർ വിറകൊണ്ടു സൂപ്പീൻ ചോരയൂറ്റി കുടിച്ചിടാനവനേറെ കൊതി പൂണ്ടു. വലിയൊരു യുദ്ധ സന്നാഹത്തോടെ 60 സൂപ്പി നിഗ്രഹത്തിന് വന്ന കുഞ്ഞിപ്പോക്കർ സൂപ്പിയുടെ വീടിന് മുന്നിൽ ഒന്ന് വെല്ലുവിളിച്ചു. എടാ സൂപ്പി, ഇറങ്ങി വേണ കള്ളി മാറേ,
പോക്കരോട് വെല്ലുവിളി കേട്ട് അവിടെ കൂടി ജനം ശ്വാസം അടക്കി പിടിച്ചു നിന്നു. എന്ത് സംഭവിക്കാം? പെട്ടെന്ന് പോക്കറിന്റെ മുന്നിലേക്ക് സൂപ്പി കുതിച്ചു ചാടി വന്നിരുന്നു. ഇര കണ്ട സിംഹത്തെ പോലെ. ആ നിമിഷം സൂപ്പിയെ കണ്ട പോക്കർ ഒന്നും ഞെട്ടി. ആരുടെ ഇവൻ? വീരപ്പനോ അതോ കോരപ്പനോ? ചോര തിളച്ചു മറിയുന്ന കണ്ണുകളും കറുത്തു വളഞ്ഞ വമ്പൻ കൊമ്പൻ മീശയുമുള്ള സൂപ്പിയെ കണ്ടതും നാടുകാണിച്ചൂരത്തിൽ ഒറ്റക്കൊമ്പനെ കണ്ട് ചേരം ബസ് ബ്രേക്ക് ഇടുന്ന പോലെ പോക്കറുടെ എഞ്ചിൻ ഓഫായി. ഒരു ജാക്കി ചാൻ സ്റ്റണ്ട് പ്രതീക്ഷിക്കുന്ന ജനങ്ങളെ അമ്പരിപ്പിച്ചുകൊണ്ട് സൂപ്പിയുടെ കാലിലേക്ക് പോക്കർ ഒറ്റ വീഴ്ച. കാലുവാരാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റിട്ടോ. കശാപ്പ് സൂപ്പിയുടെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോക്കർ പറഞ്ഞു, എന്റെ പൊന്നിക്ക കുഞ്ഞി സൂപ്പി കാക്ക കേൾക്ക്, നമ്മുടെ പുന്നാര മക്കൾ എവിടെയാണെന്നോർക്ക്. നിങ്ങളവരെ തേടി കണ്ടുപിടിച്ച് ഉപദേശിക്ക്. മക്കൾ ചെയ്യും തെറ്റതെല്ലാം ഒന്ന് മറന്നേക്ക്. മക്കൾ രണ്ടും പൊളിച്ചു പോയത് നമ്മുടെ നിർഭാഗ്യം. തക്കം നിക്കാഹ് നടത്തണമുണ്ടതിൽ സൗഭാഗ്യം. ആക്കമേറെ ഇല്ല എന്നിൽ വന്നൊരു അവിവേകം. ദുഃഖമെല്ലാം മാറ്റി മക്കളെ തിരയണം അതിവേഗം. രക്ഷപ്പെട്ടു. കുഞ്ഞു സൂപ്പി മനസ്സുകൊണ്ട് പടച്ചോനെ സ്തുതിച്ചു. എന്താണെന്നറിയാമോ? സത്യത്തിൽ സൂപ്പി പേടിച്ചിരിക്കായിരുന്നു. പോക്കറുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇറങ്ങി ഓടിയ സൂപ്പി വന്ന് പെട്ടതോ പോക്കറുടെ മുന്നിൽ തന്നെ. ഇത്തരം പല സംഭവങ്ങളിൽ സൂപ്പിയെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് അയാളുടെ ചോര കണ്ണുകളും വീശിയാ. വീണ് കിടക്കുന്ന പോക്കരെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് സൂപ്പി ആശ്വസിപ്പിച്ചു. സാറുമില്ലടോ, നമുക്ക് അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. സൂപ്പി ഒരു പോലീസുകാരുടെ ചൗര്യത്തിൽ കുരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിപ്പോക്കയുടെ അംഗപ്പുറപ്പാട് ചായ ക്ലാസ്സിലെ കൊടുങ്കാറ്റായി അവസാനിച്ചു. ഉള്ളി തൊലി പൊളിച്ച പോലെ. ദിക്കൊക്കെ തേടി തേടി ഓടി നടന്നേറെ കുഞ്ഞി സൂപ്പി. മുക്കായ മുക്കൊക്കെ ഓടി ഓടി തേടി തളർന്നല്ലോ കുഞ്ഞി സൂപ്പി. പഞ്ചാബ് സിന്ധ് മറാഠയല്ല, ബീഹാറും മധ്യപ്രദേശമല്ല, ആന്ധ്ര തമിഴ്നാട് കർണാടകം, ഭൂമി മലയാള ലോകമല്ല. മക്കളെ തേടി അലഞ്ഞു സൂപ്പി. 3 കോടി രൂപ തുലച്ചു സൂപ്പി. എന്നിട്ടും പൂമോനെ കണ്ടിട്ടില്ല. കാണാതെ സൂപ്പി അടങ്ങുകില്ല. ഇന്ത്യ മഹാരാജ്യം മുഴുവൻ സൂപ്പി മകനെയും തേടി അലിഞ്ഞ് അവസാനം നിരാശനായി തിരിച്ചെത്തി. അതേസമയം കുഞ്ഞിപ്പോക്കരുടെ വീട്ടിൽ മകളുടെ കാര്യത്തെ ചൊല്ലൊരു ആഭ്യന്തര കലകം പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. 5 മോളല്ലേ ഉമ്മാന്റെ സ്വഭാവം കാണിക്കാണ്ടിരിക്കോ? നിങ്ങളുടെ കൂടി മകളല്ലേ മനുഷ്യ? 5 മോളോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ? ഒരു ഒറ്റ പിഴവറിച്ചാണല്ലോ. എന്തിനേറെ പറയുന്ന സുഹൃത്തുക്കളെ, അന്ന് വരെ ഒരു മനസ്സും ഇരുമെയ്യുമായി കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഉടക്കി പിരിഞ്ഞ് കിടപ്പ് തന്നെ വെവ്വേറെ മുറികളിലാക്കി കഴിഞ്ഞു. കദീസ കലമുടച്ചു, ഭർത്താവിനോടവൾ പോരടിച്ചു. മകളെ തിരഞ്ഞെങ്ങും പോയിടാൻ മടിക്കുന്ന തന്തന്റെ നിലപാടിൽ കൺതുടച്ചു. പോക്കരെ ഒരുപാട് തെറി വിളിച്ചു. കുഞ്ഞി പോക്കര് തുറന്നടിച്ചു. മകളുടെ നടപടി ചെരിവച്ചു. പൊന്നും പണവും കൊടുക്കാതെ ഒരുത്തൻ നേടിയ ബുദ്ധിയെ അഭിനന്ദിച്ചു. പെണ്ണിന്റെ മിടുക്കിനെ അനുമോദിച്ചു. അന്ന് രാത്രി 8:45 9 മധ്യേ കുഞ്ഞു സൂപ്പിയുടെ വീട്ടിലെ ഫോൺ ശബ്ദിച്ചു. ഹലോ, കുഞ്ഞു സൂപ്പി സ്പീക്കിംഗ്. അതെ, എന്താ പോറോ? മൈസൂർ പോലീസ് സ്റ്റേഷനിലോ? എന്റെ പടച്ചോനെ, അവരെ റെയ്ഡിൽ പിടിച്ചതോ? ഞാനിതാ ഉടൻ പുറപ്പെടുകയാണ് സാറേ. ഓക്കെ. പിറ്റേന്ന് രാവിലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോ താത്തമാർ നാട് മുഴുവൻ വാർത്ത പരത്താൻ തുടങ്ങി. കുഞ്ഞാലസൻ വന്നോലോ, കുഞ്ഞാമി കൂട്ടത്തിലുണ്ടോലോ, കുഞ്ഞി സൂപ്പിയും വന്നോലോ, കഥേറെ നാട്ടിൽ പരന്നോലോ. മൈസൂരിന്ന് പിടിച്ചോലോ, മടിക്കാതെ കൂടെ പോന്നോലോ. ലോട്ടില് വെച്ച് പിടിച്ചോലോ, പോലീസ് തല്ലി ചതച്ചോലോ. കുഞ്ഞിപ്പോക്കരറിഞ്ഞോലോ, കുഞ്ഞാമിയെ കൊണ്ടുപോയോലോ. കുഴപ്പം കൂടുതലാണേലോ, കേസിന് കോടതി പോണേലോ. പൊതുജനം വീണ്ടും സംസാരിക്കലായി. വിശദമായ ഒരു വിവരവും ആരുടെ പക്കലുമില്ല. ഏറ്റവും പുതിയ വാർത്തയ്ക്കായി കാത്തിരുന്ന അവരിലേക്ക് കുഞ്ഞു സൂപ്പിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഓലപ്പടക്കം പോലെ പൊട്ടിത്തെറിച്ചു. എനിക്ക് എല്ലാവരോടുമായി ഒരു കാര്യം പറയാറുണ്ട്.
കുഞ്ഞാലൻ കുഞ്ഞാമനെ നിക്കാഹ് ചെയ്ത പ്രശ്നമില്ല. എന്റെ മകന്റെ ഭാവി നശിപ്പിച്ച അവളെ ഞാൻ ഈ പടിക്കകത്ത് കേട്ടില്ല. കാര്യം ഗ്രഹിച്ച പൊതുജനം രണ്ട് ചേരിയായി പിരിഞ്ഞു. സൂപ്പി ചേരിയും പോക്കർ ചേരിയും. പൊതുജനങ്ങൾ രണ്ട് ചേരി, പൊതുവെ നാട്ടിലതാണ് രീതി. പെറ്റ തള്ളയെ തല്ലിക്കൊന്നാൽ അറിയുമച്ചേരി. ഇവിടെ കുഞ്ഞി സൂപ്പീൻ വാക്ക് കേട്ടപ്പോൾ ജനങ്ങളിരുചേരി. ഇവിടെ ജനങ്ങളിരുചേരി. പെണ്ണ് പീഡന കേസെടുക്കാം, ജീവപര്യന്തം തടവിലാക്കാം. കുഞ്ഞി സൂപ്പീൻ മകനെ പിടിച്ചിട്ട് 4 പെടവെടക്കാം. അല്ലെങ്കിൽ ചോട്ട നേതാവിന്റെ ചെവിയിൽ കാര്യമെത്തിക്കാം. ഇന്നീ കാര്യമെത്തിക്കാം. ഒടുക്കം സംഗതി ചെറിയ പാർട്ടിയിലെ വലിയ നേതാവിന്റെ മുന്നിലെത്തി. ജനങ്ങളെ നിരന്തരം സേവിക്കാൻ നോമ്പ് അനുഷ്ഠിക്കുന്ന നേതാവിന് ഇത് കേട്ടപ്പോൾ മുഖ്യമന്ത്രി കസേര കിട്ടിയ സംതൃപ്തി. സമൻസ് കിട്ടി നേതാവിന്റെ വിസ്താര കോടതിയിലെത്തിയ കുഞ്ഞു സൂപ്പിയെ വാത്സല്യപുത്രൻ പലവട്ടം തള്ളിപ്പറഞ്ഞു. കാമുകി സാമീപ്യം കൊതിച്ചപ്പോൾ സ്നേഹനിധിയായ ആ പിതാവ് തന്റെ കൈക്കരുത്ത് തന്റെ മകന്റെ ചെകിട്ടത്ത് പരിശോധിച്ച് സന്തോഷം അട്ടഹസിച്ച് പ്യാറ്റേ. സൽഗുണമൊത്തൊരു ഉത്തമ നേതാവിന്റെ മുന്നിൽ വെച്ചത ഞാനൊരു കാര്യം ഏവരും അറിയാൻ ചൊല്ലുന്നേ. കാലണ പോലും സമ്പാദിച്ചിട്ടില്ല എൻ മകൻ ഇന്നും കല്യാണത്തിന് യോഗ്യതയില്ലെന്നോതുന്നേ. സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു കഴിവിനെ എൻ മകൻ നേടട്ടെ. അധ്വാനിച്ചൊരു ചെറുപുര കെട്ടി കൊണ്ടവൻ മംഗലം ചെയ്യട്ടെ. അക്കരെ ഗൾഫിൽ പോയി ചേർന്നവൻ ഇത്തിരി സമ്പാദിക്കട്ടെ. അതുവരെ വെണ്ണിവൾ തയ്യാറെങ്കിൽ അവൾ സബൂറിലിരിക്കട്ടെ. ഇതാണിന്ന് എന്റെ ഡിമാൻഡ്, ശരിയാണ് എന്റെ കമന്റ്. സമ്മതമെങ്കിൽ ഇപ്പൊ പറയണം, നാട്ടിലെ സൽജനം സാക്ഷികളാവണമെങ്കിൽ അറിയണം ഇനിയൊരു കാര്യം. കുഞ്ഞിപ്പോക്കര് ഫ്രീ വിസ വാങ്ങാൻ കാശു മുടക്ക്, കുഞ്ഞാലസന ഗൾഫിലേക്ക്. ഈ നിലമ്പൂരിൽ പൊതുജന മുന്നിൽ നിന്ന് കുഞ്ഞിപ്പോക്കര് എന്നുടെ ഷർത്തിന് ഉത്തരമൊന്നവൻ ചൊല്ലട്ടെ. സാധ്യമതില്ല എങ്കിൽ സ്വന്തം മോളെ കൂട്ടിക്കൊണ്ടവൻ വയനാടൻ മല കയറി മറിഞ്ഞ് പോകട്ടെ. മറ്റ് ഗത്യന്തരമില്ലാതെ പകരം മറ്റൊരു ഡിമാൻഡോടെ കുഞ്ഞിപ്പോക്കിന് സൂപ്പിയുടെ നിബന്ധന സ്വീകരിച്ചു. സുഹൃത്തുക്കളെ, ബെസ്റ്റ് ഐഡിയ. അന്റെ ചായപ്പിടി വിറ്റിട്ടാലും വേണ്ടില്ല, ഓന് വിസുക്കുള്ള കാശ് നമ്മൾ കൊടുക്കാം. പക്ഷെ പിന്നീട് ഈ വാക്കുമാറ്റലിന് എന്താ ഉറപ്പ്? അതുകൊണ്ട് നിക്കാഹ് ഇപ്പൊ തന്നെ നടത്തണം. എന്തോ ചിന്തിച്ചുറച്ച ശേഷം സൂപ്പി പറഞ്ഞു, ശരി, നിക്കാഹ് ഇപ്പൊ നടത്താം. പക്ഷെ പെണ്ണു വാടക ഇപ്പൊ മണിയറയിൽ കൂടാൻ പറ്റില്ല. അതൊക്കെ ചെറുക്ക് ഗൾഫിൽ പോയിട്ട് വന്നിട്ട് മതി. ഇനി എന്ത് മണിയറ? കൂടുതലും കടക്കലും ഒക്കെ മൈസൂരിൽ വെച്ച് കഴിഞ്ഞില്ലേ? ഈ കമന്റ് കേട്ട് കുഞ്ഞാലസൻ തല കുനിച്ചു. 2 വാപ്പമാരും അത് കേട്ടില്ലെന്ന് നടിച്ചു. നേതാവ് തന്റെ കഴിവിൽ അഹങ്കരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ താൻ മന്ത്രിയാകുന്ന സ്വപ്നം കണ്ടുകൊണ്ട് വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് നടന്നു. ക്ഷണിക്കപ്പെട്ടോരതിഥികളില്ല, മണപ്പന്തലുയരത്തിൽ തോരണമില്ല. ആരാരും അറിയാതെ ഒരു ദിനം നിക്കാഹ് നടന്നിടുന്നേ. ബിരിയാണി ചോറതുമില്ല, മണിയറയൊരുക്കുന്ന തിരക്കൊന്നുമില്ല. ഒപ്പനയിൻ നാട്ടം കളിയില്ലാതെ കല്യാണം നടന്നിടുന്നേ. പണ്ടാരോ പറഞ്ഞതുപോലെ 6 മുഴത്തിൽ നിന്ന് മുറിച്ചതല്ലേ 3 മുഴം. ബാപ്പാന്റെ വാശി തന്നെ മാനും. നിക്കാഹിന്റെ പിറ്റേ ദിവസം മണിയറയിൽ കൂടാതെ തന്നെ കുഞ്ഞാലസൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നു. ഗൾഫിലവൻ രാവും പകലും ഊണും ഉറക്കവും ഇല്ലാതെ അധ്വാനിച്ച് റിയാലുകളുടെ തിളക്കം കൂട്ടുമ്പോഴും അയാൾ തന്റെ കുഞ്ഞാമിനിയുടെ പോരിച്ചകൾ തന്റെ കൂട്ടുകാരോട് പറയുമായിരുന്നു. തേക്ക് മരത്തിന്റെ നാട്ടിലെനിക്കായി കാത്തിട്ടിരിക്കുന്ന പെണ്ണുണ്ട്, എന്റെ ഓമന കുഞ്ഞാമീനയുണ്ട്. അവൾ ദുൽഹജ്ജ് മാസത്തിൽ നാട് മഞ്ചേരി ഞാനെത്തുമെന്നോർത്തിരിപ്പുണ്ട്. തേക്ക് മരത്തിന്റെ നാട്ടിലെനിക്കായി കാത്തിട്ടിരിക്കുന്ന പെണ്ണുണ്ട്, എന്റെ ഓമന കുഞ്ഞാമീനയുണ്ട്. ബാപ്പാന്റെ വാശിയിൽ ഞങ്ങൾ പിരിഞ്ഞിട്ട് കൊല്ലമീതൊന്നരയായല്ലോ. സ്വന്തം പുര കെട്ടി ഞാനും കുഞ്ഞാമിനെയും ഒരുമിക്കും കാലമാടുത്തല്ലോ. നാട് വെടിഞ്ഞുള്ള
സ്വപ്നത്തിലുണ്ടല്ലോ. ദുനിയാവിൽ ഇനി ആരും എന്നോട് എതിർത്താലും ഈ ജന്മം ഞങ്ങളൊന്നാണല്ലോ. തേക്ക് മരത്തിന്റെ നാട്ടിലെനിക്കായി കാത്തിട്ടിരിക്കുന്ന പെണ്ണുണ്ട്, എന്റെ ഓമന കുഞ്ഞാമീനയുണ്ട്. പ്രിയമുള്ളവരെ, പക്ഷെ കുഞ്ഞാലത്തിന്റെ മോഹം പൂവണിഞ്ഞില്ല. വിധി കുഞ്ഞാലത്തിനെ ക്രൂരമായി പരിഹസിച്ചു. ഗൾഫിൽ കുഞ്ഞാലൻ ഭാവി ഭദ്രമാക്കുമ്പോൾ നാട്ടിൽ പ്രകൃതി കുഞ്ഞാമിനിയുടെ ശരീരത്തിൽ കുസൃതി നിറഞ്ഞ പല വികൃതികളും തകൃതിയായി നടത്തുകയായിരുന്നു. കേട്ടോളി നാട്ടാരെ, അറിഞ്ഞോളിൻ കൂട്ടാരെ, പെണ്ണിൽ വന്ന മാറ്റം, മാറിയ വ്യത്യാസം. പെണ്ണിന്റെ പൂമേനി ആണിന്റെ പോലായി, പെണ്ണിന്റെ പൂമാറോ പാറ പോലെയായി. ചന്ദ്രിക പൂവദനം ചന്തമൊക്കെ പോയി, തട്ടിക്കരിമീശ മേൽച്ചുണ്ടിൽ ചേക്കേറി. ചുരിദാർ കണ്ടാൽ അറപ്പ്, കൺമശി കണ്ടാൽ വെറുപ്പ്, പാന്റും ഷർട്ടോടടുപ്പ്, വീടി വലിക്കാൻ തിരക്ക്. അതേ സുഹൃത്തുക്കളെ, അന്നും കാലത്ത് പതിവ് പോലെ അവൾ പല്ല് പോലും തേക്കാതെ തന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നപ്പോൾ കണ്ണാടിയിൽ കണ്ട പുരുഷരൂപം കണ്ടവൾ ഞെട്ടി. മുറിക്കുള്ളിൽ അന്യപുരുഷൻ കയറി വന്നതാണെന്ന് കരുതി അവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതേ സുഹൃത്തുക്കളെ, അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താനൊരു പുരുഷനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവൾ തന്റെ ശരീരമാസകലം തപ്പി നോക്കി. ആട് കിടന്നിടത്ത് പൂട പോലുമില്ല എന്ന് പറഞ്ഞതുപോലെ തന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീ പാഴ്ചകൾ ഒന്നും തന്നെ ഇല്ല. അവൾ ഉച്ചത്തിൽ അലറി നില വിളിച്ചു, ഉമ്മാ. ആ വിളി കേട്ട് കുഞ്ഞിപ്പൊങ്കൽ ആശ്ചര്യപ്പെട്ടു. അല്ല, സിനിമയിലെ മമ്മൂട്ടി അമ്മയുടെ വീട്ടിലെത്തിയോ? ഞാൻ മമ്മൂട്ടിയും കൈക്കോട്ടൊന്നും അല്ല, ഞാൻ നിങ്ങളുടെ മോളാ കുഞ്ഞാമിന. പരിഭ്രാന്തിയുടെ മുറിയിലേക്ക് ഓടി വന്ന കുഞ്ഞിപ്പോക്കിന് കുഞ്ഞാമിനുടെ കഴുത്തിൽ കുത്തി പിടിച്ചിട്ട് ചോദിച്ചു, നീ ആരാ? സത്യം പറ, എന്റെ മോളെ മുറി നീ എങ്ങനെ വന്നു? പാപ്പ, ഇത് ഞാൻ തന്നെയാ കുഞ്ഞാമിന. തന്റെ മോളെ പുരുഷ വേഷത്തിൽ കണ്ട കുഞ്ഞിപ്പോക്കല്ലേ അത് ചിരി വന്നെങ്കിലും പെട്ടെന്ന് അയാൾ ചോദിച്ചു, എന്താ മോളെ നീ ആണിന്റെ വേഷമൊക്കെ കെട്ടി എന്താ കാര്യം? ഞാൻ കെട്ടിയതല്ല പാപ്പ, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ. അവക്ക് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ. പോക്കിന് ഹദീസയും അപ്പോഴാണ് കുഞ്ഞാമിനയുടെ ശരീരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയത്. എന്റെ പെടച്ചോനെ, ഞങ്ങളുടെ മകൾക്ക് ഇത് എന്തു പറ്റി? നല്ല വടിവൊത്ത സ്ത്രീ ശരീരമുള്ള തന്റെ മകൾ ഇപ്പോ ഒരൊത്ത പുരുഷനെ പോലെ ഇരിക്കുന്നല്ലോ. അവർ എന്ത് ചെയ്യണം എന്നറിയാതെ പരിഭ്രമിച്ചു നിന്നു. പേടിച്ചേരന്റെ കുഞ്ഞാമിനെ നിലവിളിച്ച് കരഞ്ഞു. പരിഭ്രാന്തരായ മാതാപിതാക്കൾ അവളെ സ്ഥലത്തെ ഉടൻ കൊല്ലി വൈദ്യരെ കാണിച്ചപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. ചുരിദാറുമിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയ കുഞ്ഞാമിന എന്ന പെണ്ണ് ഒരു മേജർ ഓപ്പറേഷന് ശേഷം മുണ്ടും ഷർട്ടും അണിഞ്ഞൊരു നിറഞ്ഞ പുരുഷനായി നിലമ്പൂരിൽ വന്ന് ബസ്സിറങ്ങി. ലിംഗപരിണാമം നടത്തി വന്ന കഥാനായികയെ, അല്ല നമ്മുടെ രണ്ടാമത്തെ കഥാനായകനെ നാട്ടുകാർ ഉജ്ജ്വല വരവേൽപ്പ് നൽകി. ലോക ചരിത്രത്തിൽ നിലമ്പൂരിന് മറ്റൊരു സ്ഥാനം നേടിക്കൊടുത്ത കുഞ്ഞാമിന മറ്റൊരു നാമധേയം സ്വീകരിച്ചു, കുഞ്ഞാമത്. വാർത്താ മാധ്യമങ്ങളിലൂടെ ഗോളാന്തര ഗോളങ്ങളിലൂടെ ഈ വാർത്ത പരന്നിട്ടും നമ്മുടെ കഥാനായകനായ കുഞ്ഞാലത്തിന്റെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല സുഹൃത്തുക്കളെ. ഗൾഫിൽ സൂര്യന്റെ ചോട്ടിൽ ഉള്ള വിയർപ്പെല്ലാം നുള്ളിക്കളഞ്ഞുകൊണ്ട് ചുളുവിൽ റിയാലുകൾ വാരിക്കൂട്ടുകയായിരുന്നു കുഞ്ഞാലസൻ. തന്റെ പ്രിയതമയെ കുറിച്ചുള്ള ഗോൾഡൻ സ്വപ്നങ്ങളുമായി ചുവപ്പുനാടയിൽ കുടുങ്ങിയ സർക്കാർ ഫയലിനെ പോലെ കുഞ്ഞാലസൻ നീണ്ട 3 വർഷങ്ങൾ ഏന്തി വലിഞ്ഞു തള്ളി നീക്കി. കുഞ്ഞാമിനയിൽ വന്ന അത്ഭുത ലിംഗപരിവർത്തന കഥ ഉമ്മ ബാപ്പയോ അമ്മോശൻ അമ്മായിയോ മറ്റു വേണ്ടപ്പെട്ട അധികൃതരോ എന്തിനേറെ പറയേണ്ട സുഹൃത്തുക്കളെ, സാക്ഷാൽ കുഞ്ഞാമിനെ എന്ന കുഞ്ഞാമത് പോലും അവനെ അറിയിച്ചില്ല. കാരണം മറ്റൊന്നും ആയിരുന്നില്ല കേട്ടോ. ആലിലെ പോലെ ലോലനും ഐസ്ക്രീം ഹൃദയനുമായ നമ്മുടെ കഥാനായകൻ വല്ല കടുങ്ങുകയും ചെയ്താലോ എന്ന ഒറ്റ കാരണത്താൽ മാത്രം. അങ്ങനെ നീണ്ട 3 വർഷത്തെ ടേൺ ഓവർ ലീവുമായി കുഞ്ഞാലൻ കരിപ്പൂരിലേക്ക് പറന്നു. വിമാനത്തിന് വേഗത പോരെന്ന് തോന്നി നമ്മുടെ കുഞ്ഞാലൻ അരയിൽ കെട്ടി ബെൽറ്റ് വലിച്ചൂരി തന്റെ തലയിൽ കെട്ടി ചാടി എണീറ്റ് ഒറ്റാൻ നടക്കണ മെരുകിനെ പോലെ വിമാനത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തി. പെട്ടെന്നതാ തന്റെ മുന്നിൽ കുഞ്ഞാമിന. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ പ്ലാവില് കണ്ട ആടിനെ പോലെ പരിസരം മറന്നവൻ അവളെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്നതാ ഇംഗ്ലീഷിൽ സരിഗമ പറഞ്ഞുകൊണ്ട് കുഞ്ഞാമിനെ കുഞ്ഞാലത്തിന്റെ കരണക്കുറ്റിക്ക് ഒറ്റ വീക്ക്. പരിസര ബോധം തിരിച്ചു കിട്ടിയ കുഞ്ഞാലസൻ പകച്ചു നോക്കിയപ്പോ അത് കുഞ്ഞാമിനെ ആയിരുന്നില്ല, അത് എയർ ഹോസ്റ്റസ് ആയിരുന്നു. ഇംഗ്ലീഷിൽ സോറി എന്ന് പോലും പറയാൻ അറിയാൻ പാടില്ലാത്ത കുഞ്ഞാലസൻ അടി കിട്ടിയ ജാളിതയിൽ സീറ്റിൽ പോയിരുന്നു. നാട്ടിലെത്തിയ കുഞ്ഞാലസൻ സ്വന്തം വീട്ടിൽ കയറാതെ കുഞ്ഞാമിനയുടെ വീട്ടിലേക്ക് ടാക്സി പിടിച്ചു പാഞ്ഞു. ഉമ്മറത്തെത്തിയ കുഞ്ഞാലസൻ പൂമുഖത്തിരുന്ന് ബീഡി വലിച്ച് മൂക്കിൽ കൂടി പുകവിടുന്ന കുഞ്ഞാമിനെ കണ്ട് ആളറിയാതെ ചോദിച്ചു, കുഞ്ഞിപ്പോകരിക്ക് ഇല്ലേ? കുഞ്ഞാമിനെ ചോദ്യം കേട്ട് ഞെട്ടി തിരിഞ്ഞു. വലിച്ച പുക അകത്തേക്ക് വിഴുങ്ങി കുഞ്ഞാലസനെ കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അട്ടഹസിച്ചു, ഇക്ക ഇത് നിങ്ങളുടെ ഞാനാ, ഇക്കടെ കുഞ്ഞാമിന. ഞെട്ടിത്തരിച്ചു പൊട്ടിത്തെറിച്ചു പൊന്നിൻ മിനാക്കളെല്ലാം കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു കുഞ്ഞമ്മടെന്ന ഭാര്യ. പ്രിയനേ
പ്രകൃതി കാട്ടി വികൃതി താടി മുടി വളർന്നപ്പോ പുരുഷന്റെ മതിലുള്ള നിലയില ഞെട്ടിത്തരിച്ചു പൊട്ടിത്തെറിച്ചു പൊന്നിൻ കിനാക്കളെല്ലാം കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു കുഞ്ഞമ്മ തന്ന വൈഫ്. മൗനം വാചാലമായ നിമിഷങ്ങൾ. 4 കണ്ണുകളിലൂടെ മറ്റൊരു ചാലിയാർ പുഴ ഒഴുകി. നിറ കണ്ണുകളുടെ ദൃഢസ്വരത്തിൽ കുഞ്ഞാലൻ പറഞ്ഞു, ഇല്ല കുഞ്ഞാവിന, ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് നമ്മളെ വേർപിരിക്കാനാവില്ല. നീ സ്ത്രീയായാലും പുരുഷനായാലും നീ എന്റേതായിരിക്കും മോളെ, ഞാൻ നിന്റേതും. കുഞ്ഞാലൻ അവിടെ നിന്നിറങ്ങി ഓടി. 100 കിലോമീറ്റർ സ്പീഡിൽ ചെന്നോ വീണത് കുഞ്ഞാമിനെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറുടെ കാൽക്കലായിരുന്നു. കാര്യം അറിയാതെ അന്ത ചെയ്യുന്ന ഡോക്ടറുടെ മുഖത്ത് നോക്കി കുഞ്ഞാലൻ വേദനയോട് പറഞ്ഞു, പെണ്ണിനെ ആണാക്കി മാറ്റും സർജറി ചെയ്യാൻ മിടുക്കുള്ള ഡോക്ടറെ, ആണിനെ പെണ്ണാക്കി മാറ്റി തരാമോ കേളി മികച്ചുള്ള ഡോക്ടറെ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞാമിനെ കുഞ്ഞമ്മതാക്കിയ ഡോക്ടറെ, എന്നെയും മറ്റൊരു കുഞ്ഞിപ്പാത്തുമ്മയാക്കി തരാമോ എൻ ഡോക്ടറെ. ഏറെ മുഹബത്തിൽ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഏറ്റവും മുസീബത്ത് എല്ലാം സഹിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾ കൊതിച്ചിട്ട് പറ്റാത്ത പരുവത്തിൽ അവളാണായി തീർന്നിട്ട് വന്നേ ഗൾഫിൽ നിന്ന് വന്നേ ഇന്നലെ തന്നെ, ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നേ, ദുഃഖങ്ങൾ ചൊല്ലിയിടുന്നേ, എന്നെയും പെണ്ണാക്കി മാറ്റി തന്നെ. എന്നുടെ സമ്പാദ്യമൊക്കെ തന്നിടാം, എന്നെ സഹായിക്കൂ ഡോക്ടറെ, പെണ്ണായി മാറിയ ഞാനും നല്ലൊരു ഭാര്യയായി തീർന്നിടും ഡോക്ടറെ, എന്നുടെ സങ്കടം കേട്ട് നിങ്ങൾക്ക് അല്പം ദയവില്ലേ ഡോക്ടറെ, ഞങ്ങളെ ഒന്നിച്ചു ചേർത്ത് തന്നെങ്കിൽ ദൈവം തുണയേകും ഡോക്ടറെ. പ്രിയമുള്ളവരെ, കുഞ്ഞാലന്റെ ആദ്യഘട്ടിന്റെ കഠോരമായ കഥന ദുരിത പരിതാപം കേട്ട് ഡോക്ടർ മറുപടി പറഞ്ഞു. എന്തുട്ടാ പറഞ്ഞേ? അത് അടുത്ത കാസറ്റിൽ പറയാം. അമൃതവാഹിനി അനുരാഗിണി ചിത്തിരക്കാടിൻ മടയിൽ പാടും ചിത്രമണി വീണ നീ, അമൃതവാഹിനി അനുരാഗിണി ചിത്തിരക്കാടിൻ മടയിൽ പാടും ചിത്രമണി വീണ നീ, അമൃതവാഹിനി. കടലിന്റെ ഹൃദയം തിരതല്ലുന്നു, കാമിനി നിന്നെ കാണാതെ, കുളിരും കൊണ്ടു നീ കുണുങ്ങി വന്നെത്തുമ്പോൾ കൈനീട്ടി വാരി ഉണർന്നോട്ടെ, കൈമേ മറന്നൊന്നു ഉണർന്നോട്ടെ. അമൃതവാഹിനി അനുരാഗിണി ചിത്തിരക്കാടിൻ മടയിൽ പാടും ചിത്രമണി വീണ നീ, അമൃതവാഹിനി.
രാഗഹൃദയം താളമിടുന്നു കാമിനി നീ പാടുമ്പോൾ അനുപമ സുന്ദര രാഗലയങ്ങളിൽ അനുപദം ഞാൻ അലിയുന്നു അഴകിൻ സ്വർഗങ്ങൾ വിരിയുന്നു അമൃതവാഹിനി അനുരാഗിണി ചിത്തിരക്കാടിൻ മടയിൽ പാടും ചിത്രമണി വീണ നീ അമൃതവാഹിനി പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു കുന്നത്തു വെച്ച വിളക്കുപോലെ ചന്ദനക്കാതൽ കടഞ്ഞ പോലെ പുത്തൂരം ആരോമൽ ചേകവരോ പൂന്തിങ്കൾ മാനത്തുദിച്ച പോലെ ഉദിച്ച പോലെ മുത്തുകടഞ്ഞ കതിർമുഖവും ശംഖ് കടഞ്ഞ കഴുത്തഴകും ആലിലയ്ക്കൊത്തോരണിവയറും പൂണൂൽ പരേചൊത്ത പൂഞ്ചുണങ്ങും പൊക്കിൽ കുഴിയും പുറവടിവും പൊന്നേലസിട്ട മണിയരയും അങ്കത്തഴമ്പുള്ള പാദങ്ങളും പാദങ്ങൾ കൊത്ത മെതിയടിയും മെതിയടിയും പുത്തൂരം ആരോ മൽച്ചേകവരോ പൂവമ്പനെ പോലെയായിരുന്നു ഏഴഴകുള്ളവനായിരുന്നു എല്ലാം തികഞ്ഞവനായിരുന്നു പുത്തരിയങ്കപ്പറമ്പിൽ വെച്ച മുത്തുവിളക്കു പൊലിഞ്ഞുപോയി സ്വർണ്ണ ചിറകടിച്ച വെളിച്ചം സ്വർഗത്തിലേക്കു തിരിച്ചുപോയി പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു അടുത്താൽ
നൽകിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും റബ്ബോടടുത്താൽ നൽകിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും സഹിതേടും ലോകത്തെ രക്ഷിക്കും അല്ലാ സമത്വത മനുഷ്യനിൽ ഉളവാക്കും അല്ലാ സഹിതേടും ലോകത്തെ രക്ഷിക്കും അല്ലാ സമത്വത മനുഷ്യനിൽ ഉളവാക്കും അല്ലാ സത്യസമാധാനം കൈവരുത്തും അല്ലാ സന്മാർഗം എന്നും നൽകിയിടും അല്ലാ റബ്ബോടടുത്താൽ നൽകിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും കണ്ണുകളില്ലാതെ കാണുന്നു അല്ലാ കൽബിന്റെ വേദന അറിയുന്നു അല്ലാ കണ്ണുകളില്ലാതെ കാണുന്നു അല്ലാ കൽബിന്റെ വേദന അറിയുന്നു അല്ലാ കാവല് നിൻ സ്നേഹം മാത്രമാണല്ലാ കാലത്തിൻ ചക്രം കറക്കുന്നു അല്ലാ റബ്ബോടടുത്താൽ നൽകിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും എല്ലാം വിധിക്കുന്ന മേലായ റബ്ബ് എല്ലാം വെടിഞ്ഞു നാളെ പിരിയും വരെയും എല്ലാം വിധിക്കുന്ന മേലായ റബ്ബ് എല്ലാം വെടിഞ്ഞു നാളെ പിരിയും വരെയും എന്നും നിൻ മാർഗത്തിൽ വളരുവാനായി എത്തിക്കേണമയാമന്നാന് റബ്ബോടടുത്താൽ നൽകിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും റബ്ബോടടുത്താൽ നൽകിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും റബ്ബോടടുത്താൽ നൽകിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും സഹിതേടും ലോകത്തെ രക്ഷിക്കും അല്ലാ സമത്വത മനുഷ്യനിൽ ഉളവാക്കും അല്ലാ സഹിതേടും ലോകത്തെ രക്ഷിക്കും അല്ലാ സമത്വത മനുഷ്യനിൽ ഉളവാക്കും അല്ലാ സത്യസമാധാനം കൈവരുത്തും അല്ലാ സന്മാർഗം എന്നും നൽകിയിടും അല്ലാ റബ്ബോടടുത്താൽ നൽകിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും കണ്ണുകളില്ലാതെ കാണുന്നു അല്ലാ കൽബിന്റെ വേദന അറിയുന്നു അല്ലാ കണ്ണുകളില്ലാതെ കാണുന്നു അല്ലാ കൽബിന്റെ വേദന
വേദന അറിയുന്നു അല്ല. കാവല് നിൻ സ്നേഹം മാത്രമാണല്ല. കാലത്തിൻ ചക്രം കറക്കുന്നു അല്ല. റബ്ബോടടുത്താൽ നൽകിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും. റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും. എല്ലാം വിധിക്കുന്ന മേലായ റബ്ബ് എല്ലാം വെടിഞ്ഞു നാളെ പിരിയും വരെയും. എല്ലാം വിധിക്കുന്ന മേലായ റബ്ബ് എല്ലാം വെടിഞ്ഞു നാളെ പിരിയും വരെയും. എന്നും നിൻ മാർഗത്തിൽ വളരുവാനായി എത്തിക്കേണമയാമന്നാനെ. റബ്ബോടടുത്താൽ നൽകിടും റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും. റബ്ബ് റഹ്മത്തിൻ വാതിൽ തുറന്നിടും. എന്തു നൽകാൻ അനുജത്തി നിൻ മംഗല്യത്തിൻ നാളിൽ. എന്തു നൽകാൻ അനുജത്തി നിൻ മംഗല്യത്തിൻ നാളിൽ. പാവനമാശംസകൾ പൊട്ടിൽ കുരവയിലലിയുന്നു. പാവനമാശംസകൾ കൊട്ടിൽ കുരവയിലലിയുന്നു. എന്തു നൽകാൻ അനുജത്തി നിൻ മംഗല്യത്തിൻ നാളിൽ. മാലയണിഞ്ഞു നീ നാഥനോടൊപ്പമായി കല്യാണ മണ്ഡപം ചുറ്റുമ്പോൾ. മാലയണിഞ്ഞു നീ നാഥനോടൊപ്പമായി കല്യാണ മണ്ഡപം ചുറ്റുമ്പോൾ. പുണ്യം വിളമ്പും മനസ്സുമായി ഞാൻ നിന്നെ നോക്കി നിൽക്കുമ്പോൾ. ഓ ഓ എന്തു നൽകാൻ അനുജത്തി നിൻ മംഗല്യത്തിൻ നാളിൽ. നാളെയൊരുണ്ണിയേരാരിരോ പാടി. രാരിരോ രാരോ രാരീരോ രാരീരാരോ രാരാരോ. നാളെയൊരുണ്ണിയേരാരിരോ പാടി നീ ലാളിച്ചു നിർവൃതി കൊള്ളുമ്പോൾ. ബന്ധം ഉറയ്ക്കും സുദിനമൊന്നിൽ പൊന്നും പൊട്ടും കൈനീട്ടം. ആ ആ
നൽകാൻ അനുജത്തി നിൻ മംഗല്യത്തിൻ നാളിൽ പാവനമാശംസകൾ കൊട്ടിൽ കുരവയിലലിയുന്നു. എന്തു നൽകാൻ അനുജത്തി നിൻ മംഗല്യത്തിൻ നാളിൽ. ചെന്തെങ്ങു കുലച്ച പോലെ ചെമ്പകം പൂത്ത പോലെ ചെമ്മാനം തുടുത്ത പോലൊരു പെണ്ണവൾ ചിരിച്ചു പോയാൽ വെളുത്ത മാവ്, കൺമണി പിണങ്ങി എന്നാൽ കറുത്ത വാവ്. ചെന്തെങ്ങു കുലച്ച പോലെ ചെമ്പകം പൂത്ത പോലെ ചെമ്മാനം കൊടുത്ത പോലൊരു പെണ്ണ്. അവളുടെ കണ്ണുകൾ കണ്ണാടി മാളികകൾ, അവയിൽ പ്രേമത്തിൻ സ്വപ്നങ്ങൾ താമസക്കാർ. അവളുടെ കണ്ണുകൾ കണ്ണാടി മാളികകൾ, അവയിൽ പ്രേമത്തിൻ സ്വപ്നങ്ങൾ താമസക്കാർ. കാശ്മീര സന്ധ്യയിലെ സിന്ദൂര താഴ്വരകൾ, കണ്ണുകൾക്കു കാവൽ നിൽക്കും കവിളിനകൾ. ചെന്തെങ്ങു കുലച്ച പോലെ ചെമ്പകം പൂത്ത പോലെ ചെമ്മാനം കൊടുത്ത പോലൊരു പെണ്ണ്. നെറ്റിയിൽ അഴക കുളിർനിരകൾ, അഴകിൻ പുഞ്ചിരിയിൽ ശൃംഗാര തേനലകൾ. അവളുടെ നെറ്റിയിൽ അഴക കുളിർനിരകൾ, അഴകിൻ പുഞ്ചിരിയിൽ ശൃംഗാര തേനലകൾ. പ്രേമാനുഭൂതികൾ തൻ തൂവെണ്ണ കടഞ്ഞെടുത്തു, ഓമനതൻ പൊൻകണങ്കാലാരു തീർത്തു. ചെന്തെങ്ങു കുലച്ച പോലെ ചെമ്പകം പൂത്ത പോലെ ചെമ്മാനം കൊടുത്ത പോലൊരു പെണ്ണ്. പെണ്ണവൾ ചിരിച്ചു പോയാൽ വെളുത്ത വാവ്, കൺമണി പിണങ്ങി എന്നാൽ കറുത്ത വാവ്. ചെന്തെങ്ങു കുലച്ച പോലെ ചെമ്പകം പൂത്ത പോലെ ചെമ്മാനം കൊടുത്ത പോലൊരു പെണ്ണ്. കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ നാലണയ്ക്ക് വളയും വാങ്ങി നീ നടന്നപ്പോൾ, ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ നാലണയ്ക്ക് വളയും വാങ്ങി നീ നടന്നപ്പോൾ, 4000 പവനുരുകും നിന്റെ മേനിയിൽ ഒരു നല്ല കസവ് നേരിയതാകാൻ ഞാൻ കൊതിച്ചു പോയി, ഞാൻ കൊതിച്ചു പോയി, ഞാൻ കൊതിച്ചു പോയി. ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ
പരിഭവത്തിൻ താളത്തിൽ നിന്നിതമ്പമാടവേ പനങ്കൊല പോൽ വാർമുടി പൂങ്കാറ്റിൽ തുള്ളവേ പരിഭവത്തിൻ താളത്തിൽ നിന്നിതമ്പമാടവേ പനങ്കൊല പോൽ വാർമുടി പൂങ്കാറ്റിൽ തുള്ളവേ കൊടവ കൊടത്തിയത് ഞാൻ മനസ്സിൽ കുറിച്ചു പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങായടിച്ചു ഞാൻ തേങ്ങായടിച്ചു ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ നാലണയ്ക്ക് വളയും വാങ്ങി നീ നടന്നപ്പോൾ 4000 പവനുരുകും നിന്റെ മേനിയിൽ ഒരു നല്ല കസവ് നേരിയതാകാൻ ഞാൻ കൊതിച്ചു പോ ഞാൻ കൊതിച്ചു പോ ഞാൻ കൊതിച്ചു പോ കയ്യും കെട്ടി വായും മൂടി ഞാനിരിക്കുന്നു കണ്ണിൻ മുന്നിൽ പാൽ പ്രഥമൻ ഉറുമ്പരിക്കുന്നു കയ്യും കെട്ടി വായും മൂടി ഞാനിരിക്കുന്നു കണ്ണിൻ മുന്നിൽ പാൽ പ്രഥമൻ ഉറുമ്പരിക്കുന്നു ആറ്റുനോറ്റു മധുരമൊന്നും നാൾ വരുകില്ലേ ആറ്റുകാലിൽ ഭഗവതിയെ കൈവെടിയല്ലേ എന്നെ കൈവെടിയല്ലേ ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ നാലണയ്ക്ക് വളയും വാങ്ങി നീ നടന്നപ്പോൾ 4000 പവനുരുകും നിന്റെ മേനിയിൽ ഒരു നല്ല കസവ് നേരിയതാകാൻ ഞാൻ കൊതിച്ചു പോ ഞാൻ കൊതിച്ചു പോ ഞാൻ കൊതിച്ചു പോ പ്രതികാര ദുർഗേ പായുക നീ പടവാളുമായി കൂടപ്പിറപ്പിനെ കൊന്ന വഞ്ചകനെ തേടി വീരമരണമിതിലെന്തിനു കണ്ണീർ വിഷാദമരുതരുതേ പിതാവേ വിഷാദമരുതരുതേ ചതിച്ചു കൊന്നൊരു ചന്തു നിന്നെ തുടച്ചു മാറ്റാനായി കുതിച്ചു 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 കൊണ്ടൊരു വീര സഹോദരി വരവായി ചാകാൻ പിറന്ന ചേക്കോ നിൻ മകൻ കരയരുതിനിയമ്മേ പൊന്നമ്മേ കരയരുതിനിയമ്മേ പാലു കൊടുത്തൊരു കയ്യിൽ കടിച്ചു പായുകയാണോ പാമ്പേ നീ പ്രതികാരത്തിൻ പരുന്തു പിന്നിൽ പറന്നു പറന്നു വരുമല്ലോ
മകനുടെ ദേഹം ചുടലയിലെറിഞ്ഞാലും തൽകീർത്തി പൊലിയില്ലൊരു നാളും. ചുമന്നു പോറ്റിയ മകനുടെ ദേഹം ചുടലയിലെറിഞ്ഞാലും തൽകീർത്തി പൊലിയില്ലൊരു നാളും. സ്വർണം പാകിയ കൊട്ടാരത്തിലെ രാജാവേ, ഞങ്ങളുടെ ഗാനം കേൾക്കാമോ രാജാവേ രാജാവേ. സ്വർണം പാകിയ കൊട്ടാരത്തിലെ രാജാവേ, നിന്നരമന തൻ പൂമുഖവാതിൽ, നിന്നരമന തൻ പൂമുഖവാതിൽ തേടുന്നു ഞങ്ങൾ തേടുന്നു. നെഞ്ചിൻ തുടി പാട്ടിനു താളം നൽകുന്നു, നെഞ്ചിൻ തുടി പാട്ടിനു താളം നൽകുന്നു. സ്വർണം പാകിയ കൊട്ടാരത്തിലെ രാജാവേ, ഞങ്ങൾ വാഴും കൊട്ടാരത്തിൻ ആകാശം മേൽക്കൂര, ഞങ്ങൾ ഉറങ്ങും പൂന്തോട്ടത്തിന് കടലും മലയും കയ്യാല കയ്യാല. പകൽ വിളക്കായി പ്രഭാകരൻ, രാത്രി വിളക്കായി നക്ഷത്രം. പനനീർ വിസറികൾ വീശി പാടാൻ പൂന്തെന്നൽ, പനനീർ വിശറികൾ വീശി പാടാൻ പൂന്തെന്നൽ. സ്വർണം പാകിയ കൊട്ടാരത്തിലെ രാജാവേ, ഞങ്ങൾ തേടും പൂക്കാലത്തിൻ ഹൃദയങ്ങൾ പൂവുകൾ, ഞങ്ങൾ ചൂടും പൂമാല്യത്തിന് നിറവും മണവും സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ. ഒരുവന് കണ്ണുകൾ മറ്റൊരുവൻ, ഒരുവൻ കാലുകൾ മറ്റൊരുവൻ. ഒഴുകുമ്പോഴും ചിരിതൂകും നീ ഓളങ്ങൾ, ഒഴുകുമ്പോഴും ചിരിതൂകും നീ ഓളങ്ങൾ. സ്വർണം പാകിയ കൊട്ടാരത്തിലെ രാജാവേ രാജാ.